റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടിയതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വന്നിട്ട് റസൂലിന്റെ സഹാബാക്കള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്നും ഉണ്ടായിരുന്നല്ലോ, അവര് ജന്മദിനം കൊണ്ടാടിയതായി വല്ല തെളിവുണ്ടോ? 3, ജന്മദിനം കൊണ്ടാടിയതിന്റെ പേരിൽ അവർ വല്ലതും സഹാബാക്കൾ ഒരു കാരക്കിന്റെ പീസെങ്കിലും കഷ്ണെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് വല്ല തെളിവോ ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷം അത് ഖുർആനിൽ ഉണ്ടോ, അതിന് തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അതെ എന്നാണ് മറുപടി. ശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹു തന്നെ അക്കാര്യം വിശദീകരിച്ചിട്ടുമുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താണ് എന്ന് സ്ഥിരപ്പെട്ടു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ആഘോഷിക്കൂ, സന്തോഷിക്കൂ എന്ന് ഖുർആൻ പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് നമുക്ക് അള്ളാഹു നൽകിയതിൻ്റെ പേരിലുള്ള സന്തോഷപ്രകടനം, അതിൻ്റെ പേരാണ് മൗലിദാഘോഷം. അത് ഏറ്റവും യോജിച്ച സമയം റബീഉൽ അവൽ ആയതുകൊണ്ട് റബീഉൽ അവൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. റബീഉൽ അവലിൽ അത് പറ്റുകയില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് റബീഉൽ ആഖിറിലും അത് സംഘടിപ്പിക്കാവുന്നതാണ്. ഞങ്ങളെ കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം റബീഉൽ ആഖിർ 1 മൗലിദാഘോഷം സംഘടിപ്പിച്ചത്. അത് സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഏറ്റവും യോജിച്ച സമയം എന്ന നിലക്ക് നമുക്ക് റബീഉൽ അവൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് രണ്ടാമതായി ചോദിച്ചത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ നബിദിനാഘോഷം പുണ്യകരമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മറുപടി പറയാം. കാരണം മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മൗലിദാഘോഷം പുണ്യകരമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മാത്രം ഒരു കിതാബ് രചിച്ച ആളാണ്. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന പേരിൽ ഒരു കിതാബ് തന്നെ മഹാനവർ രചിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഹദീസ്, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നഫ്സിനെ തൊട്ട് അഖീഖ അറുത്തു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ അർത്ഥം മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അഖീഖ എന്നത് ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖീഖ അബ്ദുൽ മുത്തലിബ് അറുത്തതായി ചരിത്രത്തിൽ നമുക്ക് കാണുന്നുണ്ട്. വീണ്ടും എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു മൃഗത്തെ അറുത്തു കൊടുത്തത്? അത് തന്റെ ജനനത്തിലുള്ള സന്തോഷം ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സന്തോഷിക്കാമെന്നത് ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി കാരക്കയുടെ ചീന്തല്ല, ഒരു മൃഗത്തെ തന്നെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറുത്തു കൊടുത്തു. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാകുന്നു. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലും അള്ളാഹുവിന്റെ റസൂലിൽ സന്തോഷിക്കുക എന്നുള്ളത് പുണ്യകരമായ സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമിന്റെ തെളിവ് 1 വിശുദ്ധ ഖുർആൻ, 2 വിശുദ്ധ ഹദീസ്. 2ന്റെ അടിസ്ഥാനത്തിലും മറുപടി പറഞ്ഞു. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.